The ABC company has the following account balances and distribution of direct charges on 31st March. So total production department and the machine shop, packing, then service department, general plant, stores and maintenance, allocated overheads, indirect labor, material, maintenance material, miscellaneous supplies, superintendent's salary, cost and payroll. So ഇത്രയും allocate ചെയ്തതാണ്. ഇനി overheads to be apportion ചെയ്യാത്ത expense വന്നിട്ടുണ്ട്. Power, rent, fuel and heat, insurance, trade license fees, depreciation. The following data were compiled by means of factory survey made in the previous year. So എന്ത് ബേസിസിലാണ് apportion ചെയ്യേണ്ടതെന്നാണ് തന്നിരിക്കുന്നത്. ഫ്ലോർ സ്പേസ് 4 ഡിപ്പാർട്ട്മെൻറ്റിലും 2000:800:400:1600 റേഷ്യോയിൽ, then radiator sections, number of employees, investment, HP hours. Expenses charged to the stores and maintenance department are to be distributed to other departments by the following percentage. Machine shop 50, packing 20, general plant 30%. So stores and maintenance department in the overhead cost ബാക്കി ഡിപ്പാർട്ട്മെൻറ്റിൽ അപ്പോർഷൻ ചെയ്യേണ്ടത് ഈ റേഷ്യോയിലാണ്. Then general plant overhead is distributed on the basis of number of employees. So number of employees in the റേഷ്യോയിലാണ് 20:10:5. ആ റേഷ്യോയിലാണ് ജനറൽ പ്ലാന്റിൻ്റെ ഓവർഹെഡ് ബാക്കി ഡിപ്പാർട്ട്മെൻറ്റിന് അപ്പോർഷൻ ചെയ്യേണ്ടത്. Prepare an overhead distribution statement with supporting schedules to show the computation and basis of distribution, including distribution of service department's expenses to production department. So first overhead distribution statement prepare ചെയ്യുക. അതായത് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഓൾറെഡി അലോക്കേറ്റ് ചെയ്തിട്ടുള്ള ഓവർഹെഡ് എടുക്കുക. ഇൻഡയറക്റ്റ് ലേബർ. സോ അവിടെ ഡയറക്റ്റ് ലേബർ ആണെങ്കിൽ എന്താ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ എടുക്കില്ല, ബിക്കോസ് ഡയറക്റ്റ് ലേബർ പ്രൈം കോസ്റ്റിൻ്റെ ഭാഗമാണ്. സോ അത് ഓവർഹെഡിലേക്ക് ചാർജ് ചെയ്യില്ല. ഇൻഡയറക്റ്റ് ലേബർ ആയതുകൊണ്ട് ഇൻഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് വേജസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയതുകൊണ്ട് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലും എടുക്കണം. സോ ഫസ്റ്റ് ഇൻഡയറക്റ്റ് ലേബർ കൊടുക്കുക 4,000, 3,000, 2,000, 5,650. ദെൻ നെക്സ്റ്റ് മെയിൻ്റനൻസ് മെറ്റീരിയൽ, മിസ്ലീനിയസ് സപ്ലൈസ്, സൂപ്രണ്ട് സാലറി, കോസ്റ്റ് ആൻഡ് പേറോൾ, ഇതെല്ലാം ആ റേഷ്യോയിൽ കൊടുക്കുക, ബിക്കോസ് ഇറ്റ് ഈസ് ഓൾറെഡി അലോക്കേറ്റഡ്. ടോട്ടൽ അലോക്കേറ്റഡ് ഓവർഹെഡ്സ്. ഇനി അപ്പോർഷൻഡ് എക്സ്പെൻസസ്, ഓവർഹെഡ്സ് ടു ബി അപ്പോർഷൻഡ്. ഈ എക്സ്പെൻസസ് എല്ലാം താഴെ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് അപ്പോർഷൻ ചെയ്യണം. സോ പവർ എന്ത് റേഷ്യോയിലാണ് അപ്പോർഷൻ ചെയ്യുന്നത്? HP അവേഴ്സിൻ്റെ റേഷ്യോയിലാണ്. അതായത് 3,500:500:0:1000 റേഷ്യോയിലാണ് പവർ അപ്പോർഷൻ ചെയ്യേണ്ടത്. റെൻ്റ് അപ്പോർഷൻ ചെയ്യേണ്ടത് ഫ്ലോർ സ്പേസിൻ്റെ റേഷ്യോയിലാണ്. ഫ്യൂവൽ ആൻഡ് ഹീറ്റ് അപ്പോർഷൻ ചെയ്യേണ്ടത് റേഡിയേറ്റർ സെക്ഷൻസിൻ്റെ ബേസിസിലാണ്. ഇൻഷുറൻസ്, ട്രേഡ് ലൈസൻസ് ഫീസ്, ഡിപ്രിസിയേഷൻ അപ്പോർഷൻ ചെയ്യേണ്ടത്, ഇത് 3 അപ്പോർഷൻ ചെയ്യേണ്ടത് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റേഷ്യോയിലാണ്. സോ ഓരോ ഐറ്റവും അപ്പോർഷൻ ചെയ്ത് കൊടുക്കുക അതായത് ഡിപ്പാർട്ട്മെൻറ്റിന്. ടോട്ടൽ ചെയ്യുക, ടോട്ടൽ എമൗണ്ട് കൊടുക്കുക. യു വിൽ ഗെറ്റ് ദ ടോട്ടൽ ഓവർ ഹെഡ്സ് ഓഫ് ബോത്ത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇനി ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞ് സെക്കൻഡ് സെക്ഷൻ, ഡിറ്റർമിൻ ദ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ബൈ ദ മെത്തേഡ് ഓഫ് കണ്ടിന്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ. സോ റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓവർ ഹെഡ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് അലോക്കേറ്റ് ചെയ്യണം. ത്രൂ 3 cycles, show all the calculations to nearest rupees. So distribution of service department expense. So service department expense നമ്മൾ ബാക്കി ഡിപ്പാർട്ട്മെൻറ്റ്സിന് അപ്പോർഷൻ ചെയ്ത് അവസാനം സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിൽ വാല്യൂ ആകണം. ഓക്കെ, അതുവരെ അപ്പോർഷൻ ചെയ്യണം. 3 സൈക്കിളാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഫസ്റ്റ് ടോട്ടൽ എക്സ്പെൻസ് കൊടുക്കുക. ആസ് പെർ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ടോട്ടൽ എക്സ്പെൻസ് എത്ര? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ 8,000, 83,920, 30,500, 20,000, 30,000. സോ ടോട്ടൽ എക്സ്പെൻസ് കൊടുക്കുക. ദെൻ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ് ബാക്കി ഡിപ്പാർട്ട്മെൻറ്റിന് അലോക്കേറ്റ് ചെയ്യുക. സോ റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ എക്സ്പെൻസ് ചെയ്ത ഡിപ്പാർട്ട്മെൻറ്റിനാണ് കൂടുതൽ. സോ അതായിരിക്കും ആദ്യം അപ്പോർഷൻ ചെയ്യുന്നത്. സോ സ്റ്റോഴ്സ് ആൻഡ് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അപ്പോർഷൻ ചെയ്യുന്നത് എന്ത് റേഷ്യോയിലാണ്? 50:20:30. സോ ആ റേഷ്യോയിലാണ് മെഷീൻ ഷോപ്പിനും പാക്കിംഗ് ബാക്കി അപ്പോർഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ജനറൽ പ്ലാന്റ് ഓവർഹെഡ് ഏത് റേഷ്യോയിലാണ്? നമ്പർ ഓഫ് എംപ്ലോയീസ് 2:1:3. സോ സ്റ്റോഴ്സ് ആൻഡ് മെയിൻ്റനൻസ് അപ്പോർഷൻ ചെയ്യേണ്ടത് 5:2:3. ജനറൽ പ്ലാന്റ് ഓവർഹെഡ് അപ്പോർഷൻ ചെയ്യേണ്ടത് 2:20:10:5, which means 4:2:1. Okay, so first stores and maintenance department 30,000 minus 30,000 5:2:2 റേഷ്യോയിൽ ബാക്കി ഡിപ്പാർട്ട്മെൻറ്റിന് അപ്പോർഷൻ ചെയ്ത് കൊടുക്കാം.
എന്നിട്ട് ടോട്ടൽ ചെയ്യുക. സോ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടോട്ടൽ ചെയ്യുക. സോ 29,000 അപ്പോർഷൻ ചെയ്യണം. സോ മൈനസ് 29,000 4:2:1 റേഷ്യോയിൽ ബാക്കി ഡിപ്പാർട്ട്മെൻറ്റിന് അപ്പോർഷൻ ചെയ്യാം. ആൻഡ് 4,000 ഇത് ഓൾറെഡി ചെയ്തതാണ്. ബാലൻസ് ഉള്ളത് 4,143. സോ 4,143 5:2 റേഷ്യോയിൽ അപ്പോർഷൻ ചെയ്യുക. അങ്ങനെ 3 സൈക്കിൾ വരെയും ചെയ്യാം. അവസാനത്തെ സൈക്കിളിൽ ജനറൽ പ്ലാന്റ് 4:2:1 റേഷ്യോയിൽ അപ്പോർഷൻ ചെയ്യണം. സോ ജനറൽ പ്ലാന്റ് എത്രയുണ്ട്? 53. സോ 53 മൈനസ് 53 4:2:1 4:2. സ്റ്റോഴ്സ് ആൻഡ് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുക്കണ്ട. 3 മിനിമൽ എമൗണ്ട് ആകുമ്പോൾ 0 കൊടുക്കുക. ബിക്കോസ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഓവർ ഹെഡ് എല്ലാം നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അപ്പോർഷൻ ചെയ്യണം. ഓക്കെ, സോ ലാസ്റ്റ് വാല്യൂ നിൽ. Modern Manufacturers Limited has 3 production department, P1, P2, P3. So 3 production department ഉണ്ട് and 2 service department, 2 service department, S1 and S2. Direct wages, working hours, value of machine, HP of machine, light points, floor space. So ഇത്രയും ഡാറ്റ എന്തിനാണ് തന്നിരിക്കുന്നത്? ഫോളോയിങ് കോസ്റ്റ് അപ്പോർഷൻ ചെയ്യുന്നതിനാണ്. The expenses of service department are allocated as under. സോ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എക്സ്പെൻസ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അപ്പോർഷൻ ചെയ്ത ഡേറ്റ തന്നിട്ടുണ്ട്. ഡിറ്റർമിൻ ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രോഡക്റ്റ് എക്സ് വിച്ച് ഇസ് പ്രോസസ്ഡ് ഫോർ മാനുഫാക്ചർ ഇൻ ഡിപ്പാർട്ട്മെൻറ്റ് P1, P2 and P3 for 4, 5 and 3 hours respectively, given that its direct material cost is 50 and direct labor cost is 30. So total cost of product X ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രോഡക്റ്റ് എക്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എക്സ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് 1, 2, 3 4, 5 and 3 hours മാനുഫാക്ചർ ചെയ്തു. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് തന്നിട്ടുണ്ട് എക്സിൻ്റെ. ഡയറക്റ്റ് ലേബർ കോസ്റ്റ് തന്നിട്ടുണ്ട്. ഡയറക്റ്റ് എത്ര ഓവർ ഹെഡ് എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഓവർ ഹെഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഫസ്റ്റ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറി പ്രിപ്പയർ ചെയ്തിട്ട് ഓരോ കോസ്റ്റും അപ്പോർഷൻ ചെയ്ത് കൊടുക്കാം. ദെൻ റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊടുക്കാം. സെക്കൻഡ് സ്റ്റെപ്പ് എന്താ? സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊടുക്കാം. ആൻഡ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റേറ്റ് പെർ അവർ കണ്ടുപിടിക്കാം. ഓരോ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലും എത്ര റേറ്റ് എടുത്തു, ഒരവറിൽ എത്രയാണ് റേറ്റ്, ആ റേറ്റ് മൾട്ടിപ്ലൈഡ് ബൈ ഇത്ര അവേഴ്സ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദി ഓവർ ഹെഡ്. സോ പ്രോബ്ലം ചെയ്യാം. Statement showing distribution of overhead of modern manufacturers. So direct wages, direct ആണ്, direct labor, direct material, direct expense, service ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ. ബിക്കോസ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്റ്റ് ഐറ്റംസ് പ്രൈം കോസ്റ്റിലേക്ക് ചാർജ് ചെയ്യും. ഇറ്റ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ഓവർ ഹെഡ്. സോ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊടുക്കാം. ദെൻ റെൻ്റ് ആൻഡ് റേറ്റ്സ് ഏത് റേഷ്യോയിൽ അപ്പോർഷൻ ചെയ്യണം? റെൻ്റ് ആൻഡ് റേറ്റ്സ് ഫ്ലോർ സ്പേസിൻ്റെ റേഷ്യോയിൽ അപ്പോർഷൻ ചെയ്യുക. 5 ഡിപ്പാർട്ട്മെൻറ്റിനും. ജനറൽ ലൈറ്റിംഗ് ലൈറ്റ് പോയിൻറ്റ്സിൻ്റെ റേഷ്യോയിൽ അപ്പോർഷൻ ചെയ്യാം. ഇൻഡയറക്റ്റ് വേജസ് ഡയറക്റ്റ് വേജസിൻ്റെ റേഷ്യോയിൽ അപ്പോർഷൻ ചെയ്യാം. പവർ HP ഓഫ് മെഷീൻസിൻ്റെ ബേസിസിൽ അപ്പോർഷൻ ചെയ്യാം. ഡിപ്രിസിയേഷൻ ഓൺ മെഷീൻ വാല്യൂ ഓഫ് മെഷീൻ്റെ ബേസിൽ ചെയ്യാം. ദെൻ സൺട്രീസ് ഡയറക്റ്റ് വേജസിൻ്റെ റേഷ്യോയിൽ ചെയ്യാം. ഓക്കെ, സോ ഓരോന്നും നമ്മൾ അപ്പോർഷൻ ചെയ്ത് ടോട്ടൽ ചെയ്യാം. ദാറ്റ് ഈസ് total overhead. Then redistribution of service department expense over production department. Service departmentൻ്റെ എക്സ്പെൻസ് നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അപ്പോർഷൻ ചെയ്യണം. സോ അതിന് സെപ്പറേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാം. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് P1, P2, P3, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് S1, S2. ഓക്കെ, ഫസ്റ്റ് ടോട്ടൽ ഓവർ ഹെഡ് ആസ് ഡിസ്ട്രിബ്യൂട്ടഡ് എബവ്. ആസ് പെർ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറി ടോട്ടൽ ഓവർ ഹെഡ് എടുത്ത് എഴുതാം. സോ റിപ്പീറ്റഡ് റീഡിസ്ട്രിബ്യൂഷൻ മെത്തേഡാണ്. കൂടുതൽ ഏതാണ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ? S1ൻ്റെ ആണ്. സോ ഫസ്റ്റ് S1 നമുക്ക് ഏത് റേഷ്യോയിൽ അപ്പോർഷൻ ചെയ്യണം? 20:30:40:10 റേഷ്യോയിൽ ബാക്കി ഡിപ്പാർട്ട്മെൻറ്റിന് അപ്പോർഷൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ചെയ്തു. അപ്പോൾ 929 + 470 1399. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് 1399 മൈനസ് ഇനി അത് 40:20:30:10 റേഷ്യോയിൽ ബാക്കി ഡിപ്പാർട്ട്മെൻറ്റിനും കൊടുക്കാം. ദെൻ അപ്പോൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് 1ൽ എത്ര വന്നു? 139.9. സോ അത് 20:30:40:10 റേഷ്യോയിൽ കൊടുക്കാം. ഫൈനലി സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് 13.9 വന്നു. 13.9
40:20:30:10 റേഷ്യോയിൽ ബാക്കി 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് അപ്പോർഷൻ ചെയ്യുക എക്സെപ്റ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, സോ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിന് ചെയ്താൽ ഇതിങ്ങനെ കണ്ടിന്യൂ ആയി പോകും. അപ്പോൾ 2 ഡിജിറ്റോ 1 ഡിജിറ്റോ വരുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യുക. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിന് അപ്പോർഷൻ ചെയ്യേണ്ട. ബിക്കോസ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫുൾ കോസ്റ്റ് നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അപ്പോർഷൻ ചെയ്യുന്നതാണ്. സോ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടോട്ടൽ ഓവർ ഹെഡ് ടോട്ടൽ ചെയ്യാം. വർക്കിംഗ് അവേഴ്സ് എത്രയുണ്ട്? റേറ്റ് പെർ അവർ ആണ്, ഓവർ ഹെഡ് റേറ്റ് പെർ അവർ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ വർക്കിംഗ് അവേഴ്സ് എത്രയുണ്ട്? 3070 4475 2419. സോ അത് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ you will get the rate per hour. So you will get the rate per hour. Now we can determine the total cost of product X. So total cost of product X എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ എത്രയുണ്ട്? 50. ഡയറക്റ്റ് ലേബർ എത്രയുണ്ട്? 30. Then next we need to find the overhead. Overhead എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വൽ അവേഴ്സ് വർക്ക്, എത്ര അവേഴ്സ് വർക്ക് ചെയ്തു അത് ഇൻറ്റു റേറ്റ് പെർ അവർ, അവേഴ്സ് വർക്ക് ഇൻറ്റു റേറ്റ് പെർ അവർ. സോ 4 ഇൻറ്റു പിയുടെ P1ൻ്റെ 4 ഇൻറ്റു 3. Then P2 5 into 2.02 and P3 3 hours into 5.03. അത് ടോട്ടൽ ചെയ്യുമ്പോൾ you will get the overhead cost as 37.19. So total cost of product X is 117.19. Deccan Manufacturing Limited has 3 departments which are regarded as production departments. Service department costs are distributed to these production department using step ladder method. So step ladder method ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്റ്റെപ്പ് ലാഡർ മെത്തേഡിൽ നമ്മൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അപ്പോർഷൻ ചെയ്യാൻ പറ്റും. ഒരു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് സെക്കൻഡ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും പറ്റും. പക്ഷേ ആ സെക്കൻഡ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഫസ്റ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പറ്റില്ല. ഓക്കെ, ഇതൊരു വൺ വേ ടൈപ്പാണ്. ഡിപ്പാർട്ട്മെൻറ്റ് തന്നിട്ടുണ്ട്, ഫാക്ടറി ഓവർ ഹെഡ് തന്നിട്ടുണ്ട്, ഡയറക്റ്റ് ലേബർ അവേഴ്സ്, നമ്പർ ഓഫ് എംപ്ലോയീസ്, ഏരിയ. Overhead cost of 4 service departments are distributed in same order, PQRS respectively on the following basis. So overhead cost, ഈ overhead cost ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന റേഷ്യോ തന്നിട്ടുണ്ട്. P നമ്പർ ഓഫ് എംപ്ലോയീസിൻ്റെ റേഷ്യോയിൽ, Q ഡയറക്റ്റ് ലേബർ അവേഴ്സിൻ്റെ റേഷ്യോയിൽ, R ഏരിയയുടെ റേഷ്യോയിൽ ആൻഡ് S ഡയറക്റ്റ് ലേബർ അവേഴ്സിൻ്റെ റേഷ്യോയിലാണ് അപ്പോർഷൻ ചെയ്യുന്നത്. You are required to prepare a schedule showing distribution of overhead cost. So first statement എന്ന് പറയുന്നത് distribution of overhead cost. Then calculate overhead recovery rate per direct labor hour. So overhead recovery rateും calculate ചെയ്യണം. So first distribution overhead cost നമുക്ക് distribute ചെയ്യുക. ഏത് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്? സ്റ്റെപ്പ് ലാഡർ മെത്തേഡ്. സോ സ്റ്റെപ്പ് ലാഡർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് കോസ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. So schedule showing distribution of overhead cost among departments, production department, service department. So overhead cost എത്രയാണ് ഫസ്റ്റ് എടുത്തത് തന്നിട്ടുണ്ട് ക്വസ്റ്റനിൽ. ഫാക്ടറി ഓവർഹെഡ് XYZ PQRS ഓരോന്നിൻ്റെയും ഓവർഹെഡ് കോസ്റ്റ് കൊടുക്കാം. ദെൻ നമ്മൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്? സ്റ്റെപ്പ് ലാഡർ മെത്തേഡ്. സോ സ്റ്റെപ്പ് ലാഡർ മെത്തേഡിൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അലോക്കേറ്റ് ചെയ്യാം. ഒരു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നെക്സ്റ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അലോക്കേറ്റ് ചെയ്യാം, പക്ഷേ തിരിച്ച് പറ്റില്ല. ഓക്കെ, സോ പ്രൊഡക്ഷൻ സർവീസ് XYZ PQRZ. ഫസ്റ്റ് ഓവർഹെഡ് കോസ്റ്റ് എടുത്തെഴുതാം, ഫാക്ടറി ഓവർഹെഡ് എടുത്തെഴുതാം, 1,93,000 കൊടുക്കാം. ഇനി ഫസ്റ്റ് നമ്മൾ പിയുടെ കോസ്റ്റ് ബാക്കി ഡിപ്പാർട്ട്മെൻറ്റ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്. സോ 45,000 ആണ് പിയുടെ കോസ്റ്റ്. സോ മൈനസ് 45,000 ഏത് റേഷ്യോയിലാണ് പി? നമ്പർ ഓഫ് എംപ്ലോയീസിൻ്റെ റേഷ്യോയിൽ. സോ നമ്പർ ഓഫ് എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ 100:125:85 പി എടുക്കില്ല, 50:40:50. സോ ആ റേഷ്യോയിൽ അപ്പോർഷൻ ചെയ്യാം. നെക്സ്റ്റ് ക്യൂവിനെയാണ് നമ്മൾ അപ്പോർഷൻ ചെയ്യുന്നത്. സോ ക്യൂയുടെ എത്ര ടോട്ടൽ ഉണ്ട്? 80,000. 80,000 ഏത് റേഷ്യോയിലാണ് അപ്പോർഷൻ ചെയ്യുന്നത്? ഡയറക്റ്റ് ലേബർ അവേഴ്സിൻ്റെ റേഷ്യോയിൽ. സോ 4:3:4. പിയും ക്യൂവും എടുക്കില്ല, 6:3. എന്താ പിയും ക്യൂ എടുക്കാത്തത്? ഒരു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ് അടുത്തയിലേക്ക് പറ്റും, പക്ഷേ തിരിച്ചു പറ്റില്ല. സോ രണ്ടും ബ്ലാങ്ക് വരും. അതേപോലെ തന്നെ ആറിൻ്റെയും മെസ്സും ചെയ്യാം. നോക്കി, ഒരു സ്റ്റെപ്പ് പോലെയാണ്. പ്രീവിയസ് ആയിട്ടുള്ള സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അലോക്കേറ്റ് ചെയ്യരുത്. ഓക്കെ, സോ 6 എന്ത് റേഷ്യോയിലാണ്? ഏരിയയുടെ റേഷ്യോയിലാണ്. സോ റേഷ്യോ എന്ന് പറയുന്നത് 3:1.5:1.5. PQR എടുക്കില്ല, S എടുക്കും 1. ഇനി S അതേപോലെ ഏത് റേഷ്യോയിലാണ്? ഡയറക്റ്റ് ലേബർ അവേഴ്സിൻ്റെ റേഷ്യോയിലാണ്. 4:3:4. 0:0:0:0.
3. ഓക്കെ, സോ അങ്ങനെ അപ്പോർഷൻ ചെയ്യുക, ടോട്ടൽ കണ്ടുപിടിക്കുക. സോ ടോട്ടൽ വരുന്നത് പ്രൊഡക്ഷൻ ഓവർ ഹെഡിൽ നമ്മൾ എല്ലാ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റും ചാർജ് ചെയ്യും. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓവർ ഹെഡ് റിക്കവറി റേറ്റ് പെർ ഡയറക്റ്റ് ലേബർ ആർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഓവർ ഹെഡ് റിക്കവറി റേറ്റ് പെർ ഡയറക്റ്റ് ലേബർ ആർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് ലേബർ ആർസ്. സോ ടോട്ടൽ ഓവർ ഹെഡ് എത്ര? എയുടെ ബിയുടെ ഡിപ്പാർട്ട്മെൻറ്റ് എക്സ് വൈ ആൻഡ് സെഡ് 3 lakh, 1,35,000, 1,60,000 divided by direct labor hours. So production department in the direct labor hours എത്ര? 4,000, 3,000, 4,000. So divide ചെയ്യുമ്പോൾ you will get overhead recovery rate per labor hour. Question number 4. Gemini Enterprises undertake 3 different jobs A, B and C. All of them require the use of special machine and also the use of computer. So 3 ജോബാണ് A, B, C. സോ ഓരോ ജോബിനും സ്പെഷ്യൽ മെഷീനും വേണം, കമ്പ്യൂട്ടറും വേണം. The computer is hired and hire charges work out to 4,20,000 per annum. So computer hire ചെയ്താണ് യൂസ് ചെയ്യുന്നത്. 4,20,000 per annum ആണ് കമ്പ്യൂട്ടറിൻ്റെ ഹയർ കോസ്റ്റ് എന്ന് പറയുന്നത്. The expenses regarding the machine are estimated as follows. Rent for a quarter 17,500. So rent ഒരു ക്വാർട്ടറിൻ്റെ റെൻ്റാണ് തന്നിരിക്കുന്നത്. Depreciation per annum 2 lakh per annum ആണ് തന്നിരിക്കുന്നത്. Indirect charges per annum 1,50,000. During the first month of operation, the following details were taken from the job register. So first monthലെ details തന്നിരിക്കുന്നത്. Number of hours the machine was used without the use of computer, with the use of computer. So monthly details ആണ് തന്നിരിക്കുന്നത്. Number of hours machine was used without the use of computer. For job A 600, for job B 900. With the use of computer, for job A 400, for job B 600 and for job C 1000. You are required to compute the machine hour rate for the firm as a whole for the month. So monthly. When the computer was used and when the computer was not used. So രണ്ട് കേസിലും നമ്മൾ മെഷീൻ hour rate കാൽക്കുലേറ്റ് ചെയ്യണം. Then also machine hour rate for individual jobs A, B and C. Individual ആയിട്ടും മെഷീൻ hour rate കണ്ടുപിടിക്കണം. Okay. Okay, so total machine hours with individual അല്ല, ഫസ്റ്റ് നമുക്ക് ടോട്ടൽ കണ്ടുപിടിക്കാം. ടോട്ടൽ മെഷീൻ hours without the use of computer എത്രയാണ്? 600 plus 900. ടോട്ടൽ hours എത്ര യൂസ് ചെയ്തു? 1,500 hours വർക്ക് ചെയ്തു മെഷീൻ without the use of computer. And with the use of computer എത്ര ടോട്ടൽ hours വർക്ക് ചെയ്തു? 400 plus 600 plus 1,000. 2,000 hours വർക്ക് ചെയ്തു. So 1,500 and 2,000 hours വർക്ക് ചെയ്തു. So totally 3,500 hours വർക്ക് ചെയ്തു. ഇനി ഓവർ ഹെഡ് എത്ര? കോസ്റ്റ് എത്രയാണ്? റെൻറ്റ് ഫോർ എ ക്വാർട്ടർ 17,500. സോ നമുക്ക് മന്ത്ലി ആണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റനിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് മന്ത്ലി കണ്ടുപിടിക്കാൻ. സോ റെൻറ്റ് ഫോർ എ ക്വാർട്ടർ തന്നിട്ടുണ്ട്. മന്ത്ലി ആയിട്ട് മന്ത്ലി ഡേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് 17,500 ഡിവൈഡഡ് ബൈ 3. ദെൻ ഡിപ്രിസിയേഷൻ പെർ ആനം മന്ത്ലി കൺവേർട്ട് ചെയ്യാൻ ഡിവൈഡഡ് ബൈ 12. ഇൻഡയറക്റ്റ് ചാർജസ് പെർ ആനം ഡിവൈഡഡ് ബൈ 12. So total overhead of the machine per month 35,000 കിട്ടി. So total overhead of machine per month 35,000. ഇനി കമ്പ്യൂട്ടറിൻ്റെ കോസ്റ്റ് എത്ര? ഹയർ ചാർജ് എത്ര? 4,20,000 per annum. So divided by 12 കമ്പ്യൂട്ടറിൻ്റെ ഹയർ ചാർജസ് പെർ മന്ത് കിട്ടും. സോ നമ്മൾക്കിപ്പോൾ ടോട്ടൽ ഓവർഹെഡ് ഓഫ് ദ മെഷീൻ പെർ മന്ത് കിട്ടി 35,000. കമ്പ്യൂട്ടർ ഹയർ ചാർജസ് ഫോർ എ മന്ത് കിട്ടി 35,000. ഇനി ഓവർഹെഡ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓവർഹെഡ് ഫോർ യൂസിങ് മെഷീൻസ് വിത്തൗട്ട് കമ്പ്യൂട്ടർ. വിത്തൗട്ട് കമ്പ്യൂട്ടർ ആണിത്. 35,000 എത്ര ഹവേഴ്സ് വർക്ക് ചെയ്തു വിതൗട്ട് കമ്പ്യൂട്ടർ? 1,500 hours ഡിവൈഡഡ് ബൈ ടോട്ടൽ 3,500 ചെയ്യുമ്പോൾ ഓവർഹെഡ് ഫോർ യൂസിങ് മെഷീൻസ് വിത്തൗട്ട് കമ്പ്യൂട്ടർ കിട്ടും 15,000 കിട്ടും. ഇനി ഓവർഹെഡ് ഫോർ യൂസിങ് മെഷീൻസ് വിത്ത് കമ്പ്യൂട്ടർ ആണെങ്കിൽ ഇത് രണ്ട് ആഡ് ചെയ്യും. ഓക്കെ, 35,000 ഓവർഹെഡ് ടോട്ടൽ വരുന്നതാണ്, അത് ആദ്യം അപ്രൂഷൻ ചെയ്യുക, പ്ലസ് 35,000. സോ 35,000 ഇൻറ്റു വിത്ത് ദ യൂസ് ഓഫ് കമ്പ്യൂട്ടർ എത്ര വർക്ക് ചെയ്തു? 2,000 ഡിവൈഡഡ് ബൈ 3,500 ചെയ്യുക, പ്ലസ് കമ്പ്യൂട്ടറിൻ്റെ ഹയർ ചാർജ് പെർ മന്ത് 35,000 ചെയ്യുമ്പോൾ 55,000 ചെയ്യും. സോ ഫസ്റ്റ് എന്താ നമ്മൾ ചെയ്തത്? ടോട്ടൽ മെഷീൻ hours കണ്ടുപിടിച്ചു. അതിൽ മെഷീൻ hours വിതൗട്ട് ദ യൂസ് ഓഫ് കമ്പ്യൂട്ടർ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി, വിത്ത് ദ യൂസ് ഓഫ് കമ്പ്യൂട്ടർ. ദെൻ ടോട്ടൽ ഓവർഹെഡ് പെർ മന്ത് കണ്ടുപിടിച്ചു. ഹയർ ചാർജ് ഓഫ് ദ കമ്പ്യൂട്ടർ പെർ മന്ത് കണ്ടുപിടിച്ചു. അപ്പോൾ ഓവർഹെഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഫസ്റ്റ് ഓവർഹെഡ് എന്ന് പറയുന്നത് വിതൗട്ട് ദ യൂസ് ഓഫ് കമ്പ്യൂട്ടർ ആണ്. സോ വിതൗട്ട് ദ യൂസ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് 35,000 ഇൻറ്റു
1500 divided by 3500. With the use of computer എന്ന് പറയുമ്പോൾ 35,000 into 2000 divided by 3500 plus higher charges 35,000. So 55,000 കിട്ടും overhead for using machines with the computer. ഇനി ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? മെഷീൻ അവർ റേറ്റ് കണ്ടുപിടിക്കേണ്ടത്. സോ മെഷീൻ അവർ റേറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ ഓവർഹെഡ് ഡിവൈഡഡ് ബൈ മെഷീൻ hours when the computer was used and when the computer was not used. So computation of machine hour rate for the firm as a whole for a month. When the computer was used, overhead എത്രയാണ്? 55,000 divided by machine hours എത്രയാണ്? With the use of computer 2000 divided by 2000 hours ചെയ്യുമ്പോൾ 27.50 per hour കിട്ടും. അതേപോലെ when the computer was not used, overhead എത്ര? 15,000 divided by machine hours without the use of computer 1500, which is 10 per hour. ഇനി മെഷീൻ hour rate for individual jobs കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് ജോബ് എ, ജോബ് ബി, ജോബ് സി. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? റേറ്റ് പെർ hour ഇൻറ്റു ആക്ച്വൽ hours. സോ റേറ്റ് എത്രയാണ്? വിതൗട്ട് കമ്പ്യൂട്ടർ, വിത്ത് കമ്പ്യൂട്ടർ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു. വിത്ത് കമ്പ്യൂട്ടർ 27.5, വിതൗട്ട് കമ്പ്യൂട്ടർ 10. സോ 10 and 27.5 കൊടുക്കുക. ദെൻ ജോബിൻ്റെ ഓരോ അവേഴ്സ് കൊടുക്കുക. എ എത്ര അവേഴ്സ് വർക്ക് ചെയ്തു? 600 and 400, ബി 900, 600 and സി 1000 കൊടുക്കുക. എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്തത് 600 into 10, 6,000, 400 into 27.5, 11,000. അതേപോലെ ബിയും സിയും ചെയ്യുക, ടോട്ടൽ ചെയ്യുക. ഓക്കെ, സോ മെഷീൻ hour റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ ഓവർഹെഡ് ഡിവൈഡഡ് ബൈ മെഷീൻ hours. സോ ടോട്ടൽ ഓവർഹെഡ് ആണ് അവേഴ്സ് ഇൻറ്റു റേറ്റ് പെർ അവർ. ഓവർഹെഡ് റേറ്റ് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു. സോ അവേഴ്സ് ഇൻറ്റു റേറ്റ് പെർ അവർ ചെയ്യുമ്പോൾ ഓവർഹെഡ് കിട്ടും. അത് ടോട്ടൽ ചെയ്യുമ്പോൾ 17,000 കിട്ടും. 17,000 ഡിവൈഡഡ് ബൈ അവേഴ്സ്, 1000 hours ചെയ്യുമ്പോൾ 17 കിട്ടും ഓവർഹെഡ് റേറ്റ് ഓഫ് ജോബ് എ. ജോബ് ബിയുടെ അതേപോലെ തന്നെ 25,500 ഡിവൈഡഡ് ബൈ 1,500. ദെൻ സിയുടെ 27,500 ഡിവൈഡഡ് ബൈ 1000 ചെയ്യുമ്പോൾ മെഷീൻ hour റേറ്റ് പെർ ജോബ് കിട്ടും.